ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ലീഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ 160 പോയിന്റ് റാലി രേഖപ്പെടുത്തി 24,350 ക്ലോസ് നടത്തി. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു, എന്നാലും പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ട്രംപ് നേരിട്ട് തന്നെ ഇസ്ലാമാബാദ് ഇറാനായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ള ന്യൂസൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അൺകൺഫേംഡ് ന്യൂസാണ്, യുദ്ധത്തെ സംബന്ധിച്ച ന്യൂസാണ്. എന്ന് സംഭവിക്കാമെങ്കിൽ കൂടിയും പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ റിയാക്ട് ചെയ്യപ്പെടുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ യുദ്ധം കാരണം ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. യുദ്ധം ക്ഷമിക്കുന്ന ന്യൂസ് വരുമ്പോൾ ഈ ഗ്ലോബൽ എസ്പെഷ്യലി ഈ ഒരു യൂറോപ്യൻ മാർക്കറ്റിനേക്കാൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നത്. കാരണം നിഫ്റ്റിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഇല്ലാതെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് മാർക്കറ്റ്. ഇനി തിങ്കളാഴ്ച ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത കേൾക്കുകയാണെങ്കിൽ നമുക്ക് 25,000 മുകളിലൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടിയേക്കാം. ശുഭകരമായിട്ടുള്ള വാർത്ത ആണെങ്കിൽ ഇന്നത്തെ റാലിക്ക് ചുക്കാൻ പിടിച്ചത് നമ്മളുടെ FMCG കമ്പനിയാണ്. എസ്പെഷ്യലി കോൾഗേറ്റ്, പാമോലീവ്, ഡാബർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ കമ്പനീസ് മാർക്കറ്റിനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. കൂടാതെ ബജാജ് കൺസ്യൂമർ കമ്പനിയുടെ റിസൾട്ട് വന്നിരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം 9% റാലി രേഖപ്പെടുത്തിയത്. 31 കോടി രൂപയിൽ നിന്ന് 64 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ക്രിസിൽ റേറ്റിംഗ് ഏജൻസിയാണ് 6% റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. കമ്പനിയുടെ റിസൾട്ട് വന്നു 160 കോടി രൂപയിൽ നിന്ന് 230 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഏഞ്ചൽ വണ്ണ് ഇന്നലെ റിസൾട്ട് വന്ന കമ്പനിയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. 10% റാലി രേഖപ്പെടുത്തിയ ഏഞ്ചൽ 175 നിന്ന് 320 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിരുന്നു. സെൻ ടെക്നോളജി കമ്പനി 7% റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. ഇവർക്ക് എയർ ഡിഫൻസ് ഡ്രോൺ വർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് ന്യൂസ്. അപ്പോളോ മൈക്രോ സിസ്റ്റം ഇന്ന് 17% റാലി രേഖപ്പെടുത്തി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മിസൈലും അങ്ങനെയുള്ള ഡിഫൻസ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കമ്പനിക്ക് ലഭിച്ചു. IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കമ്പനി കൊച്ചി, കന്യാകുമാരി, തൂത്തുക്കുടി നാച്ചുറൽ ഗ്യാസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കമ്പനിക്ക് ലഭിച്ചു. AGL ഇൻഫ്ര കമ്പനിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്രൂവൽ ലഭിച്ചു. MMTCയും അവർക്കും ഒരു ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അപ്രൂവൽ ലഭിച്ചു. 10% റാലി MMTCയും നൽകി. പൊതുവെ പോസിറ്റീവായ ഒരു ദിവസം. HDFCയും യെസ് ബാങ്കും ICICI ബാങ്കും ഉൾപ്പെടെയുള്ള ബാങ്കിങ് കമ്പനീസിൻ്റെ റിസൾട്ടെല്ലാം തന്നെ വെയിറ്റിംഗ് ആണ്. ഇന്ന് റിസൾട്ട് ഇല്ല, പക്ഷേ ഈ ഒരു വീക്കെൻഡ് ബാങ്ക് കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വരും. ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയ പ്രധാന കമ്പനി വിപ്രോ ആയിരുന്നു. വിപ്രോ ADRൽ 5% ഒരു ഇടിവ് നമ്മൾ കണ്ടിരുന്നു. പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ വിപ്രോ അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്തു. വിപ്രോ എല്ലാം തന്നെ ഷെയർ ബൈബാക്ക് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തന്നെ പ്രൊമോട്ടേഴ്സ്, കമ്പനിയുടെ തന്നെ സ്റ്റോക്കുകൾ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്നതാണ് ഷെയർ ബൈബാക്ക്. അങ്ങനെ മാർക്കറ്റ് ഇന്ന് വളരെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നമുക്ക് കണ്ടുവരാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡാണ്. ഡാക്സ് എല്ലാം തന്നെ പോസിറ്റീവാണ്, ഫ്രാൻസും പോസിറ്റീവാണ്, എന്നാൽ FTSE നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ നെഗറ്റീവിലാണ് ക്ലോസ് നടത്തിയത് കാണാൻ സാധിക്കും. നിക്കി, കോസ്പി, ഓസ്ട്രേലിയ, ചൈന എല്ലാം തന്നെ. നാസ്ഡാക്ക് ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചർ 180 പോയിന്റ് പ്ലസ്സിലാണ്. കൂടാതെ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4,792, സിൽവർ 80, ബിറ്റ് കോയിൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് 75,000 ആയി. കൂടാതെ ഇനി നമുക്ക് ഉള്ള നെഗറ്റീവായിട്ട് ഇന്ന് വിപ്രോടൊപ്പം ഇടിഞ്ഞ കമ്പനീസ് HDFC ലൈഫാണ് 2.4%. സൺഫാർമയും ഇടിവ് രേഖപ്പെടുത്തി. ഈ ബജാജ് ഓട്ടോയും MNOയും ഇടിവ് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ള സ്റ്റോക്കുകളാണ്. പവർ ഗ്രിഡും അപ്പോളോ ഹോസ്പിറ്റലും നെസ്ലയും ഇന്ന് പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും 24,350 ആണ് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. PCR 1 ആണ്. പൊതുവെ ബുള്ളിഷായ രീതിയിലാണ് മാർക്കറ്റ് നിലകൊള്ളുന്നത്. 25,000 ആണ് മേജർ റെസിസ്റ്റൻസ്, എന്നാൽ 24,800 റെസിസ്റ്റൻസ് ഉണ്ട്. 24,500 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. പുട്ടിൽ കൂടുതൽ ആളുകൾ ഷോർട്ട് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. പൊതുവേ ഞാൻ ഒരു ഓവർനൈറ്റ് പൊസിഷനും ഹോൾഡ് ചെയ്തിട്ടില്ല, കാരണം ബാങ്കിങ് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. കൂടാതെ ട്രംപ് 2 ദിവസമാണ് മാർക്കറ്റ് അവധിയുള്ളത്. ഇപ്പോൾ നമ്മൾ ഇത്രമാത്രം മാർക്കറ്റിൻ്റെ ഇടിവ് കണ്ടു, റാലി കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താ? ഇത് പണ്ടേ പഠിച്ച പാഠമാണെങ്കിൽ കൂടിയും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാഠം എന്താ? യുദ്ധം പോലെയുള്ള നമുക്ക് തടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റാത്ത ഇത്തരം സാഹചര്യങ്ങളിൽ പൊസിഷൻ ഓവർനൈറ്റ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം
നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നുകൊണ്ടാകാം. അപ്പോൾ ചെയ്യാലോ. രണ്ടാമത്, ഈ റിസൾട്ട് കാലഘട്ട സമയത്ത് HDFC പോലെയുള്ള ICICI ബാങ്ക് പോലെയുള്ള വലിയ വലിയ കമ്പനീസിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ കമ്പനീസിലുണ്ടാവുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള റിസൾട്ടിൻ്റെ അപ്ഡേറ്റ്സ് ബാങ്ക് നിഫ്റ്റീനെല്ലാം തന്നെ, അതുവഴി നിഫ്റ്റീനെല്ലാം തന്നെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ട്രേഡ് ഇല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണം. 2 ദിവസം വീക്കെൻഡ് വേറെ ഒന്നും ചിന്തിക്കാതെ, ഗ്ലോബൽ മാർക്കറ്റ് നോക്കാതെ, നിഫ്റ്റി നോക്കാതെ, investing.com നോക്കാതെ ഇരിക്കാമല്ലോ. അത് തന്നെ ഒരു നല്ല കാര്യമാണ്. അതിനുശേഷം ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ട്രേഡ് ചെയ്യാം. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന്, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ ഇപ്പോഴത്തെ ചിന്ത ഈ ഒരു രീതിയിലാണ് പോകുന്നത്. വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ പോകാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളുടെ പൊസിഷനിൽ ലോസ് ഇല്ലാത്ത രീതിയിൽ ആകുന്ന ഒരവസ്ഥ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോസിറ്റീവാണ്. ലോസ് ഇല്ലാതെ പോയാൽ മതി ഒരു മാസം. സ്വാഭാവികമായിട്ടും നമുക്ക് പീനൽ പ്രോഫിറ്റിൽ വരാനുള്ളത് കാണാൻ സാധിക്കും. നല്ല പ്രീമിയംസ് എല്ലാം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. കാരണം ഇത്രയും മാർക്കറ്റ് കയറിയല്ലോ. 24,300 മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ഇനി അത് 25 പോകാനും ഉള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. ഇത് നമ്മൾ ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രഖ്യാപനമൊന്നുമല്ല. നമുക്കറിയില്ല മാർക്കറ്റിൻ്റെ അവസ്ഥ. സാഹചര്യം അനുസരിച്ച് മുകളിലേക്കും താഴേക്കും വന്നേക്കാം. പക്ഷേ നിലവിൽ ആ ഒരു യുദ്ധം നിലനിൽക്കുമ്പോഴും മാർക്കറ്റ് ഇത്രയും പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്കും ഓപ്ഷനും എല്ലാം തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ കൊച്ചി ഓഫീസിൽ ഇരുന്ന് പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ക്ലാരിറ്റി വരുത്താം. ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.